കാണിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകരെ. അത് നമ്മുടെ വീട്, നമ്മുടെ വീട്, നമ്മുടെ ഷായി ചേട്ടനും ചേച്ചിയും ഈ ഒരു ഐഡിയൽ കപ്പിൾ. ഇവര് ഒരുപാട് ആഗ്രഹത്തോടെ ഷായി ചേട്ടന്റെ ഇത്രയും വർഷം പ്രോഗ്രാം ചെയ്ത് നമ്മളെ കുറെ ചിരിപ്പിച്ചും സ്റ്റേജിലൂടെയും സിനിമയിലൂടെയൊക്കെ നമ്മളെ ഇങ്ങനെ ചിരിപ്പിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത് ആ പൈസയിൽ നിന്നും ഇവർ ആഗ്രഹിച്ചുണ്ടാക്കി വെച്ച പനങ്ങാട് വെച്ച വീടാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. വീടിന്റെ പേരെന്തായിരുന്നു ചേച്ചി? ശ്രീവിനായകം. ചേച്ചിക്ക് ഓരോ നിമിഷം ഇത് കാണുമ്പോ ഇല്ല ഇതിൽ ഒരിക്കലും ഞങ്ങൾ അവര് ഹാപ്പിയായിട്ട്, അതാണ് ഞങ്ങളുടെ സന്തോഷം. ഒരിക്കലും ഇല്ല. വീട് പോയെന്ന് വിചാരിച്ച എനിക്ക് ഒരു വിഷമമില്ല, ഒരിക്കലും വിഷമമില്ല, ഇപ്പോഴും ഇല്ല, സന്തോഷമുള്ളൂ. പിന്നെ ആ സമയത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഓർത്തപ്പോ. ആരായിരുന്നു ചേച്ചി ശരിക്കും ആ ഒരു സമയത്ത് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ വീട് ഇത് നിങ്ങൾ ആഗ്രഹിച്ചു വെച്ചത്? ചേട്ടന്റെ മനസ്സിൽ എത്രയോ വർഷത്തെ ഒരു ആഗ്രഹത്തിൽ വെച്ച വീടായിരിക്കണം അല്ലേ? പക്ഷെ ഇത് പോയതില് സങ്കടപ്പെടില്ല, കാരണം അത് തീരാതെ വന്നാൽ ഞങ്ങൾക്ക് സങ്കടമായേനെ. അതെ, ആ വീട് ഞങ്ങൾ ആ ഒരു ധൈര്യത്തിലായിരുന്നു ചേട്ടൻ എന്നോട് പറഞ്ഞത്. ചിലപ്പോ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് പ്രശ്നമില്ല, ചേട്ടന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അതുപോലെ തന്നെ ചെയ്തോളാനായിട്ട്. ചേട്ടന്റെ ഭാഗ്യ ഇങ്ങനത്തെ ഒരു ചേച്ചിയും കൂടെ കിട്ടിയത്. എല്ലാം അത്ര സന്തോഷത്തോടെ അവർക്ക് താക്കോല് കൊടുത്ത പാലുകാച്ചലൊക്കെ ഞങ്ങൾ കൂടിയത്. ഞങ്ങളുടെ ഈ വീട് പോയത് പോകുന്നുള്ള ചിന്തപ്പാടൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അത്ര ഹാപ്പിയായിരുന്നു. ഇപ്പോഴും ഇല്ല. പക്ഷെ ആ താക്കോല് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പോഴാണ് ഈ ഒരു ഇത് വന്നപ്പോ ഇതിങ്ങനെ ആയി, ഇങ്ങനെ ഇത്രയും ടോക്ക് ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ കൂടുതലും നമ്മൾ പറഞ്ഞ അവർക്കും ചെയ്തിട്ട് അത് പറയണത് അതുകൊണ്ടാ പറഞ്ഞ അവരോട് തന്നെ പറഞ്ഞു, പൂർണ്ണ മനസ്സോടുകൂടിയാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. പക്ഷെ അവര് അറിഞ്ഞിട്ടില്ല നിങ്ങളെ ഇങ്ങനെയാണ് അത് അവർക്ക് വീട് വെച്ച് കൊടുത്തെന്നുള്ള. വീട് കൊച്ചു കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ബാധ്യതകൾ വന്നത്. നമ്മുടെ വീടിന്റെ ലോണ്, കാറിന്റെ ലോണ്, ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്ന്. അപ്പൊ പിന്നെ അത് വീട്ടാനായിട്ട് ഞങ്ങൾക്ക് ഇത് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. ഇതാവുമ്പോ നമുക്ക് ആരോടും ചോദിക്കണ്ടല്ലോ, തന്റെ സ്വന്തം വീട് വിറ്റ് ക്യാൻസർ രോഗിക്ക് വീട് വെച്ച് കൊടുത്ത വാർത്ത ഓരോ മലയാളികളുടെയും ഹൃദയം നിറച്ചിരുന്നു. 15 വർഷം വാടകയ്ക്ക് താമസിച്ച ശേഷമായിരുന്നു സാജു നവോദിയ സ്വന്തമായി ഒരു വീട് വെച്ചത്. എന്നാൽ മരടിലുള്ള ഒരു ക്യാൻസർ രോഗിയുടെ അവസ്ഥ കണ്ടപ്പോൾ ആ വീട് വിറ്റ് അവർക്കൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ സാജുവും ഭാര്യയും മുൻകൈ എടുക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ച് സാജു പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. സാജുവിന്റെ ഭാര്യ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത്. തന്റെ വീട് വിറ്റിട്ട് വേറൊരാൾക്ക് വീട് വെച്ച് കൊടുത്ത ആളാണ് ഞാൻ. 15 വർഷം വാടകയ്ക്ക് താമസിച്ചിട്ടാണ് ഞാൻ വീട് വെച്ചത്. ആ വീട് വിറ്റ് 10 ലക്ഷത്തിന് മേലെ മുടക്കി വേറൊരാൾക്ക് വീട് വെച്ച് കൊടുത്തു. പുള്ളി ഒരു ക്യാൻസർ രോഗിയാണ്. ഒരു നേരത്തെ മരുന്ന് വാങ്ങിത്തരണമെന്ന് വിളിച്ചപ്പോൾ ഞാനും ഭാര്യയും കൂടി അവരുടെ വീട്ടിൽ പോയതാണ്. ഫ്ലക്സ് മേൽക്കൂരയാക്കിയ വീട്ടിൽ ഫ്ലക്സ് വിരിച്ചാണ് രോഗി കിടക്കുന്നത്. ഞങ്ങൾ കട്ടിൽ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കട്ടിൽ വാങ്ങാൻ പോകുമ്പോൾ ഭാര്യ പറഞ്ഞു, നമുക്കൊരു കുഞ്ഞു വീട് വെച്ച് കൊടുക്കാമെന്ന്. കാരണം +1-നും +2-നും പഠിക്കുന്ന 2 പെൺമക്കളാണ് ആ വീട്ടിലുള്ളത്. പുലർച്ചെ 4 മണിക്കോ 3 മണിക്കോ എഴുന്നേറ്റ് പറമ്പിൽ പോകും അവർ. ബാത്റൂമിൽ പോകാൻ വൈകുന്നേരമാണെങ്കിൽ എല്ലാവരും ഉറങ്ങിയ ശേഷവും. അങ്ങനെയാണ് വീട് വെച്ച് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത്. ഒടുവിൽ നാട്ടുകാരൊക്കെ വന്ന് വലിയ വീട് വെച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഫസ്റ്റ് കല്ലിടലിന്റെ അന്ന് ആൾക്കാർ വന്നതാണ്, പിന്നെ ആരും വന്നില്ല. ഒടുവിൽ ഞാൻ തന്നെ നിന്ന് വീട് പണിതു. 2 മുറികളും അറ്റാച്ച്ഡ് ബാത്റൂം, കിച്ചൺ, വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാ സൗകര്യമുള്ള നല്ലൊരു വീട് അവർക്ക് വെച്ചു കൊടുത്തു. ആ കുഞ്ഞുങ്ങൾ ഇപ്പോഴും വിളിക്കാറുണ്ട്. ഞാനിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എന്റെയും ഭാര്യയുടെയും സന്തോഷമാണ് ഞങ്ങളുടെ ജീവിതം. അടുത്തൊരു സ്ഥലം വാങ്ങി വീട് വെച്ചിട്ട് ആരാരുമില്ലാത്ത അമ്മമാരെ ഞങ്ങൾക്കൊപ്പം താമസിപ്പിക്കുക എന്നതാണ് ഭാര്യയുടെ ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ കുറച്ച് കൂട്ടുകാരൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ ഒന്ന് നോക്കട്ടെ എന്നുണ്ടായിരുന്നു. പാണ്ഡവാസ് നാടൻപാട്ട് ഗ്രൂപ്പ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അവർ പാടിയിട്ട് റോട്ടിൽ പാടിയിട്ട് 1 ലക്ഷം രൂപ എനിക്ക് കൊണ്ട് തന്നു. ഈ 1,15,000 രൂപയാണ് എനിക്ക് ഔട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കിട്ടിയത്. അതും എൻ്റെ ഈ കലാകാരന്മാരായിട്ടുള്ള കുറച്ച് കൂട്ടുകാർ. അപ്പൊ അത് അത് അവരുടെ വൈഫ് കൊച്ചുകുട്ടികളൊക്കെ പാടിയായിരുന്നു. അപ്പൊ ഞാനിത് പറഞ്ഞോണ്ട് ആദ്യം ഇത് പറയണം ഇവരുടെ കാര്യം. കാരണം എനിക്ക് ഒരു സപ്പോർട്ടായിട്ട് വന്ന അവർ മാത്രമേ ഉള്ളൂ. അപ്പൊ അവർ സാമ്പത്തികമായിട്ട് അവരെന്നെ ഈ ഒരു രീതിയിൽ ഒരു 1.25 ലക്ഷം രൂപ എനിക്ക് 1.15 തന്ന് സഹായിച്ച്. പിന്നെ അവരുടെ ബാക്കിയുള്ള ഈ താക്കോൽ കൊടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നാടൻപാട്ട് ടീമാണ് വന്ന് എല്ലാ സ്റ്റേജിന്റെ കാര്യത്തിലും എല്ലാം ചെയ്ത് എന്നെ സഹായിച്ചു. ഞാൻ ഒറ്റക്കല്ല, ഞങ്ങൾ 2-3 പേരിലുള്ളൂ. അപ്പൊ ഞങ്ങൾ 3 പേര് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഞാനും ചേട്ടായും പിന്നെ നമ്മുടെ വണ്ടി ഓടിക്കുന്ന പയ്യൻ അനീസ്. പിന്നെ അവൻ നിന്ന് പണിയിപ്പിക്കും, പിന്നെ ഞാൻ പോയിട്ട് വരുമ്പോ ഞാൻ നിന്ന് പണിയിക്കും. ചേട്ടായി നമ്മുടെ സ്വന്തം വീട് പണിയണ പോലെയാണ്. രാവിലെ എനിക്ക് കുളിച്ച് റെഡിയാ, അനീസ് വരും, ഇവർ രണ്ടും കൂടി
പോവാ, പോവും, അവിടുത്തെ പണി വന്ന അല്ലെങ്കിൽ രാവിലെ വിളിക്കും, ഷൂട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കും അവരോട് എന്താ പണിക്കാർ വന്നോ നിന്നോ. അപ്പൊ അയ്യോ ഇല്ല ചേട്ടാ ഇന്ന് പണിക്കാർ വന്നിട്ടില്ല. അപ്പൊ തന്നെ പണിക്കാരെ വിളിക്കും, എന്ത് നിങ്ങൾ വരാത്ത, അപ്പൊ ഞങ്ങൾ ഇന്ന ദിവസം വരും. അങ്ങനെ അത് അത്രയും ദിവസം തലക്ക് വെളിവില്ലാത്ത പോലെയായിരുന്നു ചേട്ടയുടെ ഓട്ടം. പിന്നെ ആണെങ്കില് പൈസ ഇല്ലാണ്ട് വരുന്ന ഇല്ല ഏട്ടാ, അതൊരു ഇമോഷന്റെ ഒരു ഇതാണ്. ചേച്ചിക്ക് എത്രയാലും അത് എത്രയാലും ഇമോഷൻ ആവില്ല. അല്ലത് എന്താന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ വലിയ കലാകാരനല്ല, വലിയ പേയ്മെന്റ് പിടിക്കുന്ന ആളല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് തന്നെ ഇത് ചില സമയത്ത് നമുക്ക് കൂട്ടിമുട്ടിക്കാൻ പറ്റാണ്ടാവും. അപ്പൊ ഞാനൊരു ഇവിടുന്ന് അനീസ് വിളിക്കും, ചേട്ടാ ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെയാണ് വാർക്കലിന് ഇത്ര പേര് ഉണ്ട്, ഇതൊക്കെ പറയുമ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ പറയാം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ. അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പൊ പിന്നെ ഞാൻ കോളേജിൽ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ പിള്ളേർ പറയും, ചേട്ടാ പൈസയൊന്നും ഇല്ലട്ടാ, ഞങ്ങൾ ഇങ്ങനെ കുഴപ്പമില്ല എനിക്കൊരു 10 ഏക്കർ സിമെന്റ് എടുത്ത് തന്നാന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് സാധനം ഞങ്ങൾ ഈ പറഞ്ഞ സമയം കൊണ്ട് തന്നെ വീടൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പോൾ സിനിമ ഇല്ല, അങ്ങനെയില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മൊത്തം വീടിൻ്റെ ലോണും വണ്ടിയുടെ ലോണും ഇങ്ങനെയൊക്കെ പതിനെട്ടൊക്കെ ഇത് ഒക്കെ കൂടി ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ചിലപ്പോൾ പാളാൻ സാധ്യത ഉണ്ടിട്ട് അത് ഞാൻ പറഞ്ഞേ. ചേച്ചിക്ക് അന്നേരം ഇപ്പൊക്കെ ഇത്രയും ഒരു ഇതെടുത്ത് ചെയ്തപ്പോഴേ എപ്പോഴെങ്കിലും വേണ്ട ചേട്ടാ നമുക്കിത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുമോ, നമുക്കിത് നിർത്താൻ പറ്റാണ്ട് വരുമോ, അങ്ങനെ ഒരു ഇത് ചേച്ചിക്ക് തോന്നിയോ? ഇല്ല, പറഞ്ഞില്ല. അപ്പൊ ചേച്ചിയുടെ മനസ്സിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അല്ല, അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തെങ്കിലും ഒരു ഇത് വരുവാണെങ്കിൽ. നോക്ക്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേര് ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ എല്ലാവരും. നമ്മളൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റിൽ, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഒക്കെ സെൽഫിഷ് ആയിട്ട് പലപ്പോഴും ചിന്തിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇവർ രണ്ടുപേരും ഒരു രീതിയിലും ഒരിത്തിരി പോലും ഇവർ സെൽഫിഷ് ആയിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന വനജ എന്ന് പറഞ്ഞ അവർക്ക് ഈ വീടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇന്നിപ്പോൾ ചേച്ചിയുടെ കണ്ണിൽ നിന്ന് വരുന്ന ഇതുണ്ടല്ലോ, അതെന്റെ പൊന്നു ചേച്ചി, അത് ഒരുപാട് പേര് ഭയങ്കരമായിട്ടും അത് ഇത് ചെയ്യേണ്ട ഒരു ഇതാണ്. ഇത് ഞങ്ങൾ ആ സമയം എന്ന് പറഞ്ഞാൽ കൊണ്ടുപിടിച്ചു. ഞാൻ ആ സിനിമയായിട്ട് വന്ന സമയത്താണ്, അപ്പം നിറച്ച് പടങ്ങൾ വെക്കണ്ടേ. ആ സമയത്താണ് നമ്മൾ വീട് വെക്കണം. അത്ര നാളെ ഞങ്ങൾ 15 വർഷം അടക്കം താമസിക്കും. വീട് വെച്ച് കയറി എൻ്റെ അമ്മയുടെയും വൈഫിൻ്റെ അമ്മയുടെ എല്ലാവരും ആഗ്രഹം ഞങ്ങൾ എവിടെയും സെറ്റായി കാണാനായിട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഹാപ്പിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വീടിൻ്റെ പരിപാടിയൊക്കെ തീർത്ത് താക്കോലൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ ലോൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഇത് അങ്ങോട്ടും കൂടെ അടക്കാൻ പറ്റില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ അല്ല, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോ ഇപ്പൊ എല്ലാവരും മാറിക്കളഞ്ഞപ്പോ നമ്മളെ കൊണ്ട് പറ്റാത്തൊരവസ്ഥ വരുവാണെങ്കിൽ ഞാൻ വീട് വിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓക്കെ, അങ്ങനെ നമുക്ക് അവരോട് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങളുടെ കയ്യിൽ ഇനി പൈസ ഇല്ല, പണി നിർത്തി വെക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആരൊക്കെ ഇട്ടിട്ട് പോയാലും നമുക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. രശ്മി ചേച്ചിയുടെ ആ ഒരു വലിയൊരു സപ്പോർട്ടാണ്. രശ്മി ചേച്ചി ഒരിക്കലും ഒരു തവണയെങ്കിലും വേണ്ട ചേട്ടാ നമ്മളും ഇത് പെടുകയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിന് ഞാനൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തിയിട്ട് സ്പോൺസർ ചെയ്യാന്നൊരു സഹായിക്കില്ല എന്ന് പറഞ്ഞ അവസാനം ടൂർണമെന്റ് നടക്കുന്ന സമയം അത് ഇത്രയും പൈസ സ്വർണം കൊണ്ടുവന്നെ എൻ്റെ ചേട്ടായി ടൂർണമെന്റ് നടത്തണം എന്ന് പറഞ്ഞ ആളെ ഇയാള്. ഓ, അല്ലാതെ ഒരു തവണ പോലും നമുക്കൊരു ജീവിതമില്ലേ, നമുക്കും ജീവിക്കണ്ടേ എന്നുള്ള ഒരു സംഭവം ചേച്ചി പറഞ്ഞിട്ടില്ല. ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ചേച്ചിയുടെ മനസ്സാണ് എന്റെ പൊന്ന് ചേച്ചി. ശരിക്കും അത് ഞാനിവിടെ സുരക്ഷിതമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ശരിക്കും അത് അല്ല ചേട്ടാ, അത് എന്താ പറയാ, ഒരു ആനന്ദാശ്രമാണ് അത്. അതിപ്പം ഇത്രയും ചെയ്ത് കൊടുത്തതിന്റെ ഒരു ഇതും പിന്നെ എത്രയായാലും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു നമ്മുടെ വീട്ടിൽ ചെയ്യണ പോലെ ഞങ്ങളുടെ സഹോദരങ്ങൾ ചെയ്യണ പോലെ ഞങ്ങൾ കണ്ടത്. കാരണം അതേപോലത്തെ ആ അവസ്ഥയും ആ ചേച്ചിക്ക് വയ്യ, വീടിന്റെ അവസ്ഥ, കുട്ടികളുടെ അവസ്ഥ, അത് +1 +2 പഠിക്കുമായിരുന്നു ആ സമയത്ത്. അപ്പൊ അവരുടെ അവസ്ഥ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ പോലത്തെ ഒരാളെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ.